ബീച്ച് സൈഡിലുള്ള റിസോർട്ടിലിരിക്കും. അരുണിന്റെ മനസ്സ് കൊതിച്ച് ചാടുകയായിരുന്നു. മൈ വിളിച്ചതനുസരിച്ച് അവളെ കാണാൻ വന്നതാണ് അവൻ. ഏറെ നേരമായിട്ട് അവൾ എത്തിയിട്ടില്ല. അന്ന് ആദ്യമായി കണ്ടതിന് ശേഷം എത്ര ദിവസത്തിന് ശേഷമാണ് ഒന്ന് മീറ്റ് ചെയ്യുന്നത്. കാണാൻ ആഗ്രഹം പറയുമ്പോഴല്ല അവൾക്ക് എന്തെങ്കിലും ഒഴിവുകളിൽ പറയാനുണ്ടാവും. വയ്യെന്നോ വർക്കുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ. അതിലുണ്ടാവുന്ന പരിഭവവും ഈർഷ്യയുമെല്ലാം നേരിട്ടില്ലെങ്കിൽ മനസ്സിൽ തീർക്കുന്നുണ്ടായിരുന്നവൻ. എന്നാലിപ്പോ രാവിലെ തന്നെ വിളിച്ച് തന്നെ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞത് അവള് തന്നെയാ. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അവൻ. അവൻ വാച്ചിലേക്ക് അക്ഷമയായി നോക്കി മുന്നോട്ടേക്ക് കണ്ണിട്ടു. പാർക്കിങ്ങിൽ സ്കൂട്ടി സ്റ്റാൻഡിലിട്ട് നടന്നു വരുന്നവളെ അവൻ കണ്ടിരുന്നു. അവൻ തന്നെ വലതുകരം അവൾക്ക് നേരെ ഉയർത്തി കാണിച്ചു. അവനെ കണ്ടത് അവൾ അവിടേക്ക് നടന്നു. എത്ര നേരമായി ഞാൻ വന്നിട്ട്, ഇരിക്കി. അവളെ കണ്ട ഉടനെ അവൻ പറഞ്ഞു. മൈ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുന്നിലേക്കിരുന്നു. ക്യാൻ ഐ ഓർഡർ സംതിങ്? വെയിറ്ററിനെ നോക്കി അരുൺ മൈയോട് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. മൈ തല വെട്ടിച്ചു. വാട്ട് ഹാപ്പൻ ബേബ്? പഴയ എനർജി ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പോ. വയ്യായിക മാറിയില്ലേ? മൈയുടെ മങ്ങിയ മുഖം കണ്ട് അവൻ അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി പരിശോധിക്കാൻ തുടങ്ങി. ഹേയ്, നത്തിങ് അരുൺ, ഐ ആം ഫൈൻ. അവൾ അവന്റെ കൈ പിടിച്ചു മാറ്റി. ഓക്കെ, എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? അരുൺ സീറ്റിലേക്ക് ഒന്നുകൂടി അമർന്നുകൊണ്ട് അവളെ നോക്കി. മൈ അവനെയും. അവള് വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. അതവൻ കാണുന്നുണ്ട്. പെട്ടെന്ന് മടിയിൽ വെച്ചിരുന്ന അവളുടെ വലത്ത് കൈ ടേബിളിലൂടെ അവന്റെ മുന്നിലേക്ക് നീളുന്നത് അവൻ കണ്ടു. ചുരുട്ടി പിടിച്ചിരുന്ന അവളുടെ വലത് കൈ നിവർന്ന് പിന്നിലോട്ട് വലിക്കുമ്പോൾ ഒരു മോതിരം ടേബിളിൽ സ്ഥാനം പിടിച്ചിരുന്നു. അരുൺ ഒരു വേള ആ മോതിരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ ഞെട്ടലോടെ അവളുടെ ഇടത് കൈയിലെ മോതിര വിരലിലേക്കും അവിടെ ശൂന്യമായി കിടക്കുന്നത് കാണി. അവന്റെ മുഖം വിളറി. അവനത് കയ്യിലെടുത്ത് അവളെ നോക്കി. വാട്ട് ഈസ് ദിസ്? അവൻ അവളെ തുറിച്ചു നോക്കി. എന്നെ കൊണ്ടാവില്ല. ഐ വാണ്ട് ടു ലീവ് യു. മറുപടി പറയുമ്പോൾ കുനിഞ്ഞിരുന്ന അവളുടെ മിഴികളിൽ നിന്നു കണ്ണുനീർ മുത്തുകളെ താഴെ കുറ്റി വീണു. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? യു വാണ്ട് ടു ലീവ് മീ? എന്താ സംഭവിക്കുന്നതെന്നറിയാതെ അരുൺ വലഞ്ഞു. യെസ്. വൈ? അവൻ അവളെ ആട്ടിമൂടി നോക്കി. മൈ അതിന് മറുപടി നൽകാതെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് നടന്നു. അവളുടെ ആ പ്രതികരണം കണ്ട് ഇരുണ്ട മുഖത്തോടെ അരുൺ അവളെ പിന്തുടർന്നു. മൈ, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. എന്നിൽ നിന്നും വീണ്ടും ഒരു മോചനം ആഗ്രഹിക്കാൻ മാത്രം ഇപ്പൊ എന്ത് സംഭവിച്ചു? എന്തേലും പ്രശ്നമുണ്ടോ? അതോ വീണ്ടും എന്നെ കുറിച്ച് ആരെങ്കിലും ഇല്ലാ കഥകൾ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചോ? അതൊക്കെ വിശ്വസിച്ചു വന്നിരിക്കുകയാണോ നീ? പറയ്. അവളുടെ കൈമുട്ടിൽ പിടിച്ച് തടസ്സമായി മുന്നിൽ കയറി നിന്നുകൊണ്ട് ദേഷ്യത്തിന്റെ ചുവയോടെ അവൻ ചോദിച്ചു. അല്ലരുൺ. കണ്ണുകൾ ഇറുക്കി മൂടി അല്ലെന്ന് തലയനക്കിയവൾ. പിന്നെന്താ? നോക്കുമൈ, ഒരിക്കലും നഷ്ടമായി പോയതാ നിന്നെ. ഇപ്പൊ വീണ്ടും എനിക്ക് നിന്നെ കിട്ടിയതിന്റെ എൻജോയ്മെന്റിലാ ഞാൻ. അതിന്റെ ഇടയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നു നിനക്ക് തോന്നുന്നത് വിളിച്ചു പറയാം. ഇതൊരു കുട്ടിക്കളിയല്ല. വ്യക്തമായ കാരണങ്ങളില്ലാതെ നിനക്കിതിങ്ങനെ പറയാൻ സാധിക്കില്ല. സോ ടെൽ മീ. അവളുടെ ചുമരി പിടിച്ച് അരികിലേക്ക് ചേർത്തുകൊണ്ട് അരുൺ ചോദിച്ചു. മൈ അവന്റെ വേദനയോട് നോക്കി. എങ്ങനെയാ താനിത് അവനോട് പറയുന്നത്? പക്ഷെ പറയാതിരുന്ന വീറിനെ തനിക്ക് നഷ്ടമാവും. എന്നേക്കുമായി. അരുൺ, ഞാൻ പ്രഗ്നന്റ് ആണ്. വാട്ട്? അവന്റെ കൈകൾ യാന്ത്രികമായി അവളിൽ നിന്നും പകപ്പോടെ അയന്നുപോയി. തൊണ്ടയിൽ നിന്നും പൊങ്ങി വന്ന ഗദ്ഗതത്തെ മൈ അടക്കി നിർത്തി. എന്താ നീ പറഞ്ഞേ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. കുഞ്ഞിന് 3 വീക്ക് ഗ്രോത്ത് ഉണ്ട്. പിന്നെ എന്റെ വയറ്റിലുള്ളത് മറ്റാരുടെ അല്ല, യാഷറിന്റെ കുഞ്ഞാണ്. ചുമന്ന് കലങ്ങിയ കണ്ണുകൾ അവനിന്ന് ഒളിപ്പിച്ചു വെച്ചവള്. മൈ, ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവളുടെ വാക്കുകൾ തീർത്ത പ്രഹരത്തിൽ അരുൺ തറഞ്ഞു നിന്നു. ഒരു കൈ ഇടുപ്പിലും മറുകൈ കൊണ്ട് നെറ്റിയിലും തടവിക്കൊണ്ട് അവൻ അവളിൽ നിന്ന് തിരിഞ്ഞു നിന്നു. അരുൺ. മൈ അവന്റെ തോളിൽ കൈവച്ചു. അവൾക്ക് സങ്കടം തോന്നി. മൈ, ആർ യു ഫൂളിംഗ് മീ? അവൻ ചോദിച്ചു നിന്ന് തേങ്ങി. എനിക്ക് വീറിന് തിരിച്ചു വേണമായിരുന്നു. മൈ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. തിരിച്ചു വേണോന്നോ?
വാട്ട് റബ്ബിഷ് ആർ യു സെയിങ്? അപ്പൊ അപ്പൊ ഞാനാരാ? സ്വന്തം നെഞ്ചിലേക്ക് കൈ ചൂണ്ടി അവൻ ചോദിക്കെ മൈ തേങ്ങി കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു. അരുണൊരു ഞെട്ടലോടെ അവളെ നോക്കി. മൈ, എന്താ ഇത്? ചുറ്റും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടത് അരുൺ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. എന്നോട് ദേഷ്യം തോന്നരുത് അരുൺ, എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് അവന് വേണം. നിന്നിലേക്ക് വീണ്ടും വന്നത് ഞാൻ ചെയ്ത തെറ്റ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവന് വേദനിപ്പിക്കില്ലായിരുന്നു. അവന് ആക്സിഡന്റ് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ കാരണം ഇന്നവൻ ഈ അവസ്ഥയിൽ. ഐ ക്യാൻ കൺട്രോൾ മൈസെൽഫ്. നിനക്ക് വേണ്ടി ഞാൻ അവനെ. പക്ഷെ ഇപ്പോ എനിക്ക് അവനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ തോന്നില്ല. എന്നോട് ദേഷ്യപ്പെടരുത് അരുൺ, എന്നെ വെറുക്കരുത്. മൈ അവനിന്ന് മുഖം അടർത്തി മാറ്റി അവനെ കണ്ണീരോടെ നോക്കി. താൻ കാരണം അരുൺ കൂടി ഇപ്പൊ വേദനിക്കുന്നു എന്നാണ് അവൾ അപ്പോൾ വിചാരിച്ചത്. ഡു യു ലവ് ഹിം? അരുൺ അവനെ വല്ലാത്ത പാവത്തോടെ തിരികെ നോക്കി. എന്നാൽ ആ ചോദ്യത്തിന് മറുപടി നൽകാൻ എന്തുകൊണ്ട് മൈക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് മൈ തപ്പിപ്പിറക്കി നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് അവൻ പുച്ഛത്തോട് ചിരിച്ചു. സി, യു ഹാവ് നോ ആൻസർ. അതിനർത്ഥം ഈ കുഞ്ഞു കാരണമാ നീ അവനെ തിരികെ ആഗ്രഹിക്കുന്നത്. വേണ്ട മൈ, നമുക്ക് ഈ കുഞ്ഞിനെ കൊന്ന്. അരുൺ! മൈ അവൻ ഞെട്ടലോടെ അതിലുപരി കത്തുന്നൊരു നോട്ടം നോക്കി. എന്നാൽ അവന്റെ മുഖം യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. എന്റെ വൈദ്യ വളരുന്നത് അതൊരു ജീവനാണ്. എങ്ങനെയാ ഞാനതിനെ കൊന്നുകളയുന്നത്? എനിക്ക് കഴിയില്ല. എനിക്ക് വേണം ഈ കുഞ്ഞിനെ, വീറിനെ. അവനെ എനിക്ക് വേണം. മൈ ആരോടൊന്നില്ലാതെ പെറുപെറുത്തു. അവന് വേണ്ടിയാണ് നീ റിലേഷൻ ബ്രേക്ക് ചെയ്യുന്നത്. തിരികെ ചെന്നത് അവൻ നിന്നെ തിരികെ സ്വീകരിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ട്. അടുത്ത നിമിഷം അരുൺ അവളുടെ കണ്ണിലേക്ക് പരിഹാസത്തോടെ നോക്കി. അവന്റെ ആ ഭാവമാറ്റം മയ്യ അത്ഭുതപ്പെടുത്തി. നീ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞത് കേട്ടില്ല. നിന്നെ വെറുക്കരുതെന്നോ ദേഷ്യം തോന്നരുതെന്നോ? ഫോർ വാട്ട്? നീ പോയാൽ എനിക്കൊരു കോപ്പൂലടി. കാരണം നൗ യു ആർ സച്ച് എ ഡേർട്ടി സോൾട്ട് ഐ തിങ്ക്. അതുകൊണ്ടല്ലേടി അവന്റെ കൂടെ കിടന്ന് വയറ്റിലുണ്ടാക്കി നീ നടന്നത്. അവജ്ഞയോടെ അവൻ പറഞ്ഞു തീർന്നത് അവന്റെ ഇടത് കവളിൽ അടി വീണു. ചുറ്റുമുള്ളവർ ആ ശബ്ദം കേട്ടവരെ തുറച്ചു നോക്കി. അരുണിന്റെ മുഖം വല്ലാതെ വിളറി. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു. നിന്നെ പോലെ ഒരുത്തന് വേണ്ടിയാണല്ലോ ഞാൻ അവനെ തള്ളി പറഞ്ഞതോർക്കുമ്പോ ഐ ഫീൽ അഷൈംഡ് ഓഫ് മൈസെൽഫ്. ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ നിന്നെ കുറിച്ച് ഓർത്ത് വേദനയായിരുന്നു. നിന്നെ ഞാൻ ചതിച്ചെന്ന് തോന്നലേ നിനക്കെന്നോട് അന്നും ഇന്നും പ്രണയമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ കുറിച്ച് നീ ഇത്തരത്തിൽ സംസാരിക്കില്ലായിരുന്നു. യു ആർ സച്ച് എ ബ്ലഡി ബാസ്റ്റഡ്. തന്റെ കയ്യിലെ നടുവിരൽ അവന് നേരെ ഉയർത്തി അവൾ മുരളുമ്പോൾ അവളുടെ കണ്ണുകൾ പെയ്യുകയായിരുന്നു. അവന്റെ വാക്കുകളും പ്രവൃത്തികളും അവളെ അടിമുടി ഒലച്ചിരുന്നു. അവനിന്ന് അവൾ അത്തരത്തിലായിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത്. വീർ എന്നെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഈ നിമിഷം മുതൽ ഹിരൺമയ്ക്ക് നീ ഒരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്. ഗുഡ് ബൈ മിസ്റ്റർ അരുൺ ജോൺ. അവനെ അവസാനമായി ഊന്നു നോക്കിക്കൊണ്ട് മൈ തിരികെ വേഗത്തിൽ മുന്നോട്ടേക്ക് നടന്നു. അവളുടെ പോക്ക് നോക്കി നിന്നായിരുന്നു. കയ്യിലിരുന്ന റിങ് എവിടേക്കോ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു. പിന്നെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ വലിച്ചെടുത്ത് നടാശ എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. 5 മിനിറ്റിനുള്ളിൽ നീ എൻ്റെ ഫ്ലാറ്റിലുണ്ടായിരിക്കണം. ഐ നീഡ് യു. മറുവശത്ത് നിൽക്കുന്നവളോട് ആജ്ഞാപിച്ചുകൊണ്ട് അവൻ കോള് കട്ട് ചെയ്തു. ചുറ്റും കേൾക്കുന്ന മെഷീനുകളുടെയും മെഡിസിനുകളുടെയും രൂക്ഷഗന്ധത്തോടും അരുണിന് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ഈ അന്തരീക്ഷവുമായി അവന് യാതൊരു വിധത്തിലും പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ദീർഘനേരം അല്ലെങ്കിൽ കുറച്ചു നേരമൊക്കെ അവൻ എഴുന്നേറ്റിരിക്കാനൊക്കെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്തതിൽ അവന് ഈർഷ്യ തോന്നുന്നുണ്ടായിരുന്നു. സർജറി ഇത് 3-ാം ആഴ്ചയാണ്. എങ്കിലും വേദനയും കാര്യങ്ങളുമായി അവനാകെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. ആഹാ, എഴുന്നേറ്റോ? പെട്ടെന്ന് എവിടെ നിന്നു ഒരു പെൺശബ്ദം കേട്ടപ്പോൾ അവൻ ആലോചനകളിൽ നിന്ന് ഉണർന്നത്. കഴുത്ത് ഒരല്പം ചരിച്ചു വന്നു. ആരാണത് എന്നവൻ നോക്കി. ബ്ലൂ കളർ യൂണിഫോം, ടോപ്പും പാൻറ്റും ധരിച്ചൊരു പെൺകുട്ടി. 2 കൈയും ടോപ്പിന്റെ ഫ്രണ്ട് പോക്കറ്റിലിട്ടുകൊണ്ട് ഒരു ചിരിയോടെ അവനെ നോക്കുകയാണ്. ലച്ചു അവളെ കണ്ടത് അവനൊന്ന് പുഞ്ചിരിച്ചു. നക്ഷത്ര അശോകൻ. ആചാര്യ ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യണവള്. യാഷിന് കൂട്ടായി അവളാണ് അവന്റെ കൂടെയുള്ളത്. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ നിന്ന് യാഷിന് അവളൊരു കൂട്ടാണ്. കൂടാതെ
പലതും മറക്കാനും. ഹൗ ഡു യു ഫീൽ നൗ? ക്ഷീണം തോന്നുന്നുണ്ടോ? അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. ക്ഷീണം വലുതായില്ല, പക്ഷെ പെയിൻ ഉണ്ട്. മുഖം ചൊളിച്ചുകൊണ്ട് തളർന്ന സ്വരത്തോടെ അവൻ പറഞ്ഞു. പെയിൻ ഇല്ലാതിരിക്കും, അത്രയും മുറിവുകളുണ്ട് ഇയാളുടെ ദേഹത്ത്. ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ? ഓരോന്നൊക്കെ വലിച്ചു കയറ്റി നട്ടപ്പാതിരക്ക് വണ്ടി ഓടിച്ചാലേ ഇങ്ങനെ ഇരിക്കും. അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. പക്ഷെ അത് കേട്ടപ്പോൾ അവനെ ആദ്യം ഓർത്തതും മയ്യ തന്നെയാണ്. ശരീരത്തിലെ മുറിവിനേക്കാൾ നീറ്റിൽ നിൽക്കുന്നത് അവളാ, അവളുടെ ഓർമ്മകൾ. ഇപ്പൊ എവിടെയാണെന്നറിയില്ല, എന്ത് ചെയ്യുകയാണെന്നറിയില്ല. ഒരു ദിവസം അവൾ എന്നെ കാണാൻ വന്നിരുന്നു ഇന്ദർ പറഞ്ഞിരുന്നു. പിന്നെ അവളെപ്പറ്റി ആരും പറഞ്ഞും കേട്ടിട്ടില്ല. അവനായി ഒന്നും ചോദിച്ചതുമില്ല. ഹലോ, എന്താലോചിച്ച് കിടക്കുക? പെട്ടെന്ന് നക്ഷത്ര അവന്റെ കണ്ണിന് നേരെ വിരൽ ഒഴിച്ചു. യാഷ അവളെ നോക്കി. ഒന്നുമില്ലെന്ന് അർത്ഥത്തിൽ കണ്ണ് ചിമ്മി. എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കണം, യാഷ അവളോടായി ആവശ്യപ്പെട്ടു. നക്ഷത്ര ബെഡ് റിമോട്ട് എടുത്ത് ബെഡ് അല്പം ഉയർത്തി. പിന്നെ മുന്നോട്ടേക്ക് വന്നു സൗമ്യമായി അവനെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചു. അവനെ താങ്ങി പിടിച്ചുകൊണ്ട് അവളെ പില്ലോ കുത്തനെ വെച്ചു. യാഷ അവളുടെ തൊട്ടടുത്ത് കാണുന്ന മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നു. വെളുത്ത വട്ടമുഖം അവൾക്ക്, മേക്കപ്പ് ഒന്നുമില്ലാതെ അത്രയും സുന്ദരമായ മുഖം. അവളും അവനെ നോക്കിക്കൊണ്ട് തന്നെ അവനെ പില്ലുവിലേക്ക് ചാരിച്ചിരുത്തി. എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൾ അവനെ പുഞ്ചിരിയോട് നോക്കി ഒരുക്കി ഉയർത്തി. വെറുതെ തന്നെ കണ്ട ആർക്കാരും നോക്കിയിരിക്കാൻ തോന്നണം. യാഷ അവളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. പിന്നെ പിന്നെ എനിക്ക് സൂചിച്ചു. കളിയോട് തലയാട്ടി കാണിച്ചുകൊണ്ട് അവൾ അടക്കി ചിരിച്ചു. അപ്പോഴാ ഡോർ തുറന്ന് ഡോക്ടർ അകത്തേക്ക് വന്നത്. ആഹാ, നക്ഷത്രം ഇവിടെ ഉണ്ടായിരുന്നു. അകത്ത് നിൽക്കുന്നവരെ കണ്ട് അദ്ദേഹം ചിരിയോടെ തിരക്കി. ഉവ്വ് ഡോക്ടർ. അവളൊരു ഭാഗത്തേക്ക് ഒതുങ്ങി നിന്നു. ഡോക്ടർ, ഇങ്ങനെ ഒരേ കിടപ്പും ഇരിപ്പൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ തോന്നുക. യാഷൻ അദ്ദേഹത്തിനോട് തന്റെ ബുദ്ധിമുട്ട് വ്യക്തമാക്കി. സർജറി കഴിഞ്ഞ് 3 വീക്ക് ആയിട്ടല്ലേ ഉള്ളൂ. താൻ ഇനിയും ഓക്കെ വരട്ടെ. ഫിസിയോതെറാപ്പിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് തുടങ്ങാം. ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതിനനുസരിച്ച് യാഷൻ നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് തീരുമാനിക്കാം. പേടിക്കാൻ ഒന്നുമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ മുഷിച്ചിലോടെ ഒന്ന് മൂങ്ങി. ഡോർ തുറന്ന് സരു അവനുള്ള ഭക്ഷണവുമായി അകത്തേക്ക് കയറി. ഡോക്ടറിനെ കണ്ടപ്പോൾ അവരും കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. അവരോട് എന്തൊക്കെയോ പറഞ്ഞ് യാഷിന്റെ തോളി തട്ടി പുറത്തേക്ക് പോയി. എന്താ മമ്മ ഇത്? യാഷ് സരുവിന്റെ കയ്യിലേക്ക് നോക്കി. കുറച്ച് ഓട്സാണ് ബൗളിലെടുത്ത്. അതുമായി സരു അവൻ അരികിലേക്ക് വന്നിരുന്നു. എങ്കിൽ ശരി, അപ്പോഴേക്ക് ഞാനും പോയി കഴിച്ചിട്ട് വരാം. നക്ഷത്ര വാച്ചിലേക്കൊന്ന് നോക്കി ഇരുവരെയും നോക്കി പുറത്തേക്ക് ഇറങ്ങി. ഓട്സ് ഓരോ സ്പൂണിൽ കയറി സരു യാഷറിന്റെ വായി വെച്ചു കൊടുത്തു. ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങുന്നത് തുടച്ചു കൊടുക്കുമ്പോൾ യാഷ അവരെ നോക്കി പുഞ്ചിരിച്ചു. സരു സ്നേഹത്തോടെ അവന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നതിലേക്ക് തഴുകി. പതിയെ പതിയെ ഭേദമായി വരുന്നുണ്ടെങ്കിലും അവന്റെ കോലം കാണുമ്പോൾ സരുവിന്റെ നെഞ്ചു പിടിക്കും. ആദ്യക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ അവന്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അതോടെ കരയാൻ വേണ്ടിയാണെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞ് യാഷ് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് എല്ലാ ഉള്ളിലൊതുക്കി. സരു അവന് മുന്നിൽ പുഞ്ചിരിച്ചു നിന്നു. അവനൊന്ന് എഴുന്നേറ്റ് നേരെ നിന്ന് കാണുന്നത് വരെ തന്റെ നെഞ്ചിലെ പിടപ്പ് മാറില്ലെന്ന് സരു വിശ്വസിച്ചു. നനഞ്ഞ കോട്ടൻ തുണികൊണ്ട് അവന്റെ ചുണ്ട് ചുടച്ചു കൊടുത്തുകൊണ്ട് സരു എഴുന്നേറ്റു. മോനെ പെട്ടെന്ന് തിരിഞ്ഞു വന്നു. എന്തോ ചോദിക്കാനെന്നോ സരു അവനെ വിളിച്ചു. എന്താ മമ്മ, നീയും മയ്യും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ? അവൻ ചോദിക്കുന്നത് കേട്ടത് യാഷിന്റെ കണ്ണുകൾ ഒരു വേള പിടഞ്ഞുപോയി. മമ്മക്കങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് അവനെ ആലോചിച്ചത്. വേറൊന്നും കൊണ്ടല്ല മമ്മ ചോദിച്ചത്. ആ കുട്ടി ഒരാഴ്ചയായിട്ട് ഇവിടെ വന്നു പോകുന്നുണ്ട്. പഴയ പോലെ ആരോടധികം സംസാരമൊന്നുമില്ല. ഒരുപാട് മാറിപ്പോയി ആ കുട്ടി. പിന്നെ നീ ഉറങ്ങുന്ന നേരം നോക്കി റൂമിൽ കയറി നിന്നെ ഒന്ന് കാണും. നീ ഉണരുമ്പോൾ ഈ കൺവട്ടത്തൊന്നും വരാറ് പോലുമില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചു ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാനാണ് പതിവ്. അതുകൊണ്ടാ ചോദിച്ചത്. സരു തന്റെ സംശയം വ്യക്തമാക്കി. മയ്യയുടെ പേര് കേട്ടതും യാഷിന്റെ നെഞ്ചി കുതിച്ച് ചാടി. ഹിമ, അവളിപ്പോ ഇവിടെ ഉണ്ടോ? ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ യാന്ത്രികമായി ഡോറിലേക്ക് പാഞ്ഞു. പുറത്തെവിടെയും നിൽക്കുന്നത് കണ്ടു. എന്തായാലും ഞാൻ മയ്യെ കുട്ടി ഇങ്ങോട്ട് വരാം. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. രണ്ടിന്റെ ഒളിച്ചു ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. ഒന്നും അറിയാതെ സരു അവളെ വിളിക്കാനായി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ യാഷിന്റെ മനസ്സിന് മുഴുവൻ അവർ പറഞ്ഞിട്ട് പോയ വാക്കുകളായിരുന്നു. തുടരും.